ശ്രീ ജോർജ് ജോസഫ്, ഈ നേരത്തെ ശ്രീമതി ടീച്ചർ വളരെ കൃത്യമായി 2-3 സാഹചര്യങ്ങൾ, ദേശീയ സാഹചര്യങ്ങളിൽ സംസ്ഥാന നിയമസഭ പ്രതികരിച്ചുകൊണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് ആവർത്തിക്കേണ്ടതില്ല. അതും രാജ്യത്തെ ഏറ്റവും വലിയ പരമോന്നതമായ നിയമനിർമ്മാണ സഭയായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ, ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ നിയമങ്ങളിലും സമീപനത്തിലും എതിരെയാണ് ആശങ്ക പ്രകടിപ്പിച്ച് വിയോജിച്ചുകൊണ്ട് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ആ നിയമസഭ CNAGയുടെ തെറ്റായ നടപടിക്രമത്തിലെ പുതിയ കീഴ്വഴക്കത്തെ ചൂണ്ടിക്കാട്ടാൻ അസാധാരണമാം വിധം ഒരു നിരാകരണ പ്രമേയം കൊണ്ടുവന്നാൽ അത് കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയല്ലാതെ ഈ രാജ്യത്ത് മറ്റേത് നിയമസഭയാണ് അത് ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട പൊതു ചോദ്യം ഉയർന്നാൽ താങ്കൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഇപ്പോൾ ആർട്ടിക്കിൾ 149 പ്രകാരമാണ് ഓഡിറ്റ്. അതിനൊരുപാട് വിശാലമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഓഡിറ്ററുടെ പരമാധികാരവും ഏകപക്ഷീയ അധികാര പ്രവണതയിൽപ്പെട്ടതുമല്ല. അപ്പോൾ അത് ശരിയായ വിധം CNAG ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ കേരള നിയമസഭ ഇങ്ങനെ തന്നെ പ്രതികരിക്കണമായിരുന്നോ? ശ്രീ ജോർജ് ജോസഫ്. ശരത്ത്, ഇവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഇവിടെ എല്ലാവർക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, CNAG എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരും ഭരണഘടന നിക്ഷിപ്തമായ അധികാരങ്ങളെ രൂപീകരിക്കപ്പെടുന്നതുമാണ്. ഇത് തമ്മിൽ ആരാണ് അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും രാഷ്ട്രീയ തത്വങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ ആണെങ്കിലും ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് CNAGയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് യുക്തമായ ഒരാളെ, ഗവൺമെന്റിന് സ്വീകാര്യനായ ഒരാളെ CNAGയായി അപ്പോയിന്റ് ചെയ്യുന്നു. അത് ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ജനങ്ങളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ഇതിനെ എതിർക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ഭരണഘടനയുടെ ഏത് തരത്തിൽ നിന്ന് നമ്മൾ വിശകലനം ചെയ്താലും അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനത്തെക്കാൾ മുകളിലാണ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ തത്വസംഹിതകളും അനുകൂലിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നു. കീഴ്വഴക്കങ്ങൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കുക, നമ്മളിവിടെ ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യം ഇന്ന് നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു. 3 പേജുകൾ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ എഴുതി ചേർക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഞങ്ങൾക്ക് വേറൊരു അഭിപ്രായം കൂടി ഉണ്ട്, ഇങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ഇതിൽ വരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളോട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ വിശദീകരണം തരാനുള്ളത്? ഇങ്ങനെ ചില പാകപ്പിഴകൾ. ശ്രീ ജോർജ് ജോസഫ്, കുറച്ചുകൂടി ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യത്തിലേക്ക് വന്നാൽ, 2 കക്ഷികൾ ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കുന്നു, അതിനൊരു നക്കൽ ഉണ്ടാക്കുന്നു, അതിലെല്ലാം തീരുമാനിച്ച ശേഷം ഫൈനൽ പ്രിന്റ് എടുക്കുമ്പോൾ ഈ കരടിലില്ലാത്ത വ്യവസ്ഥകൾ എഴുതി ചേർത്താൽ ഏതെങ്കിലും കക്ഷി അംഗീകരിക്കുമോ? അതെ, അവിടെയാണ് ശരത്ത് പറഞ്ഞത് കൃത്യമായിട്ട്. ഇന്ന് ശരത്ത് ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നതിന് ആമുഖമായിട്ട് വാർത്തകൾ പറഞ്ഞപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ്, കേന്ദ്ര ഏജൻസികൾ. അതെ, അപ്പോ അത്തരത്തിൽ ആ കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത് കേരളത്തിനെതിരെ മാത്രം നടക്കുന്ന കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയെല്ലാം ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഉപയോഗിക്കാൻ കഴിയുമോ ആ ഗവൺമെന്റുകളെ രാഷ്ട്രീയമായി പ്രതിക്കൂട്ടിൽ നിർത്താൻ, തങ്ങളെ എതിർക്കുന്ന പ്രസ്ഥാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന രീതിയിലേക്കുള്ള ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി സംഘപരിവാർ നേതൃത്വം മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ കെണിയിൽ ചെന്ന് ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഇത് രാഷ്ട്രീയമായി മാത്രം എതിർക്കേണ്ട ഒരു കാര്യമല്ല, ഇത് കേരളത്തിന്റെ പൊതുവായൊരു പ്രശ്നമാണ്. ഇത് നമുക്കറിയാം, കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇതിന് മുമ്പ് ഉന്നയിച്ച അതിലേക്ക് വരാം. പക്ഷേ ആമുഖമായി താങ്കൾ എടുക്കുന്ന ആ ഒരു നിരീക്ഷണം അത് വളരെ ശക്തവും പ്രസക്തവുമാണ്. തെറ്റായ പ്രശ്നങ്ങൾക്കെതിരെ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കേണ്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും സൂചിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥരാൽ നയിക്കപ്പെടുന്നതും സർക്കാരുകൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങളാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന ആ വ്യത്യാസം ജനങ്ങൾക്ക് മുമ്പിലുണ്ട് എന്നാണ് താങ്കൾ കൃത്യമായി ഇവിടെ പറഞ്ഞു വെച്ചത്. ജോർജ് ജോസഫ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ 99-ലെ കിഫ്ബി ആക്ട് നിയമസഭ പാസ്സാക്കിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് തോന്നുന്നു
ശങ്കരനാരായണൻ ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്തോ മറ്റോ ആണ് ഇത് ഈ കിഫ്ബിയുടെ വരവ് UDFിൻ്റെ കാലത്ത്. ഇപ്പോൾ 2021 വരുമ്പോൾ ആ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് CAG ഇത്ര വർഷങ്ങൾക്ക് ശേഷം, താങ്കൾ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആക്ടിവിറ്റി നടന്ന കാലത്ത്, ഓഡിറ്റ് ചെയ്ത കാലത്ത്, അക്കാലത്തെ ഒരു CAG ഉദ്യോഗസ്ഥർക്കും തോന്നാത്ത കാര്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ അത് ശരിയാണ് എന്ന് അതേ UDFന് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇപ്പോൾ പറയേണ്ടി വരുന്നു എന്ന ഒരു പ്രശ്നം കൂടി അതിലുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇന്നിപ്പോൾ നിയമസഭയിൽ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞു തന്നെയാണ്, ബോറോയിങ്സ് എല്ലാം തെറ്റ്, കിഫ്ബി നടത്തിയിട്ടുള്ള എല്ലാ വായ്പ എടുക്കലും തെറ്റ്, സഭയുടെ അംഗീകാരം പോലുമില്ല എന്നൊക്കെ CAG പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? ഇത് അംഗീകരിച്ചാൽ കിഫ്ബി എങ്ങനെ പ്രവർത്തിക്കും? കേരളത്തെ സംബന്ധിച്ചൊരു വലിയ ചോദ്യമല്ലേ ഇത്? ശരത്തെ, ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. നമ്മൾ കേൾക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പ്രത്യേക ക്ലാരിഫിക്കേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. 2-3 ഉദാഹരണങ്ങൾ CAG റിപ്പോർട്ടിന്റെ കാര്യത്തിലൂടെ ചൂണ്ടിക്കാട്ടി. അതിനെ ഇതുമായി താരതമ്യം ചെയ്ത് വരുമ്പോൾ വലിയൊരു തെറ്റിദ്ധാരണയ്ക്ക് അത് ഇട നൽകും. അതായത് സ്പെക്ട്രം അഴിമതി കേസും റഫേൽ അഴിമതി കേസിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായ അഴിമതിയാണ് അവിടെ CAG പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ അതല്ല. ഇവിടെ ഒരു അഴിമതിയും ഈ കിഫ്ബിയുടെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പൊ ഇത് ഇത്തരത്തിൽ സലീം പറയുമ്പോൾ ആളുകളുടെ ഇടയിൽ ഈ കിഫ്ബി റിപ്പോർട്ടിൽ ഈ CAG റിപ്പോർട്ടിൽ കിഫ്ബിയെ കുറിച്ച് എന്തോ അഴിമതി പരാമർശിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണ പരക്കാനിടയാക്കും. അത് തീർച്ചയായിട്ടും ശരിയല്ല. ആ 3 റിപ്പോർട്ടുകളും വേറെയാണ്. ഇവിടെ കിഫ്ബിയെ സംബന്ധിച്ച് ഒരു അഴിമതി പോലും, അതായത് ഒരു താരതമ്യത്തിനും സ്കോപ്പില്ലെന്നാണോ ജോർജ് ജോസഫ് പറയുന്നത്? അങ്ങനെ ഒരു താരതമ്യത്തിനും സ്കോപ്പില്ലാത്തതാണെന്നാണ്. ഒരു താരതമ്യത്തിന് അവിടെ സ്കോപ്പില്ല. ഇനി താങ്കളുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വന്നാൽ, ഇവിടെ നമ്മൾ ആലോചിക്കുക, ഇവിടെ മസാല ബോണ്ട് വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്ന കാര്യം നിയമവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അതിന് മറുപടി പറഞ്ഞ ഒരു കാര്യം, റിസർവ് ബാങ്കിനെ പോലെയുള്ള ഇന്ത്യയുടെ ധനരംഗത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം, സെബി എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം, ഇങ്ങനെയുള്ള അനുമതികൾ എല്ലാം നേടിയതിന് ശേഷമാണ് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു മസാല ബോണ്ടിലേക്ക് പോകാൻ കഴിയും. ഇവിടെ ശരത്തെ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് കിഫ്ബിക്കെതിരെ ഉയർന്നു വന്നത്. ആ 3ന്റെയും മനയൊടിഞ്ഞു പോയിരിക്കുന്നു. ഒന്ന്, ആദ്യം പറഞ്ഞത് മസാല ബോണ്ടില് എന്തോ വലിയ അഴിമതി, CDPQ എന്ന് പറയുന്ന കമ്പനി, അതിനകത്ത് ലാവലിന് ബന്ധമുണ്ട്, അവരെ കൊണ്ടുവന്ന് ഇവിടെ എന്ന് പറഞ്ഞു. രണ്ടാമത് വന്ന കാര്യം എന്താണ്? യെസ് ബാങ്കിൽ ഇതിന്റെ പൈസ കൊണ്ടിട്ടു. ഇതെല്ലാം ചീറ്റിപ്പോയി. ഇതെല്ലാം നിലനിൽക്കാതെ ചീറ്റിപ്പോയ അവസരത്തിലാണ് മറ്റൊരു ഇതുമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ശരത്ത് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, കേരളം പല കാര്യങ്ങൾക്ക് വേണ്ടിയും വിദേശത്തു നിന്ന് വായ്പകൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, കൊച്ചി മെട്രോ പണിതിന് ഫ്രഞ്ച് ഏജൻസിയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. കൃത്യം എമൗണ്ട് എനിക്കറിയില്ല, 2000-ന് മുകളിൽ കോടി രൂപയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും കടമെടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതിന് പകരമായി നമ്മൾ വായ്പ എടുക്കുന്നതിന് പകരം നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് പണം സമാഹരിക്കുക എന്നുള്ള രീതി അംഗീകരിച്ചത് കൊണ്ടാണ് അതിലേക്ക് വന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ ഈ മസാല ബോണ്ട് നിയമവിധേയമല്ലെങ്കിൽ ഇന്ത്യയിൽ 40ഓളം സ്വകാര്യ കമ്പനികളും മറ്റു പല ഗവൺമെന്റുകളും ഈ രീതിയിൽ മസാല ബോണ്ട് മുഖേന പണം വിദേശത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും CAG കണ്ടുപിടിക്കാത്ത ഒരു കാര്യം പുതിയതായി കേരളത്തിൽ കണ്ടുപിടിക്കുന്നത് എന്താണ്? പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിനെ സംബന്ധിച്ച് ലോകവ്യാപകമായി തന്നെ അതിന് പ്രോത്സാഹനം വരുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും നടത്താൻ പല വികസന രാജ്യങ്ങളിലേക്ക് ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് നീങ്ങണം എന്ന് സാമ്പത്തിക വിദഗ്ധർ വളരെ ശക്തമായി വാദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ഉത്തർപ്രദേശിലെയും മറ്റും പല ലക്നൗ പോലെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകൾ അടക്കം മുനിസിപ്പൽ ബോണ്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്ത്യയിലെ 10-16ഓളം മുനിസിപ്പാലിറ്റികൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബോണ്ടുകൾ ഇറക്കുന്നതിനും ഓഫ് ബഡ്ജറ്റിന് പുറമെ നിന്ന് പണം സമാഹരിക്കുന്ന രീതികൾ സാർവത്രികമായി ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം കിഫ്ബി നടത്തിയ ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് കണ്ടെത്തിയത്. എങ്ങനെയാണ്, എന്താണ് അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഇതിന്? അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പരാമർശിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ പല CAGമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ നിലവിലുള്ള CAG എന്ന് പറയുന്ന ആൾ മർമു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹവും RSS നേതൃത്വവും BJP അടക്കമുള്ള ആളുകളൊക്കെയുമായിട്ടുള്ള ഐക്യവും അവരുടെ ധാരണയും അദ്ദേഹത്തെയാണ് കാശ്മീരിലെ ആർട്ടിക്കിൾ 356 പിൻവലിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിട്ട് നിയമിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ എത്രത്തോളം വിശ്വസ്തതയുള്ള അദ്ദേഹത്തെയാണ് അവിടെ നിന്ന് CNDG കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിനകത്ത് പല നീക്കങ്ങളും സംശയകരമാണ്. ഇന്ത്യയിലെ പല കമ്പനികളും, സ്വകാര്യ കമ്പനികളും, സംസ്ഥാന സർക്കാരുകളുടെ ഇതുപോലുള്ള ഏജൻസികളും, ബോഡി കോർപ്പറേറ്റുകളായാലും അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളായാലും, അവരൊക്കെ പല സ്ഥാപനങ്ങളും മസാല ബോണ്ട് അടക്കമുള്ള ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലേക്ക് ശക്തമായി പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇത്തരത്തിൽ ഒരു പ്രശ്നവും കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വളരെ കാതലായിട്ടുള്ള ഒരു പ്രശ്നം.